പണ്ടൊരു കാലത്ത് പഡിൽ ബൈ ഓൺ ദ മാർഷ് എന്ന ടൗണിൽ ജോൺ ഡു ലിറ്റിൽ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അതുമാത്രമല്ല, വേറൊരു കാര്യത്തിനും അയാൾ അറിയപ്പെട്ടിരുന്നു. ഡോക്ടർ, എനിക്ക് ഭയങ്കരമായ വേദന തോന്നുന്നുണ്ട്. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ചീസ് കുറച്ച് കഴിച്ചാ മതി. ആ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, രാവിലെ മുതൽ എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഈ താറാവിന് ആന്റിബയോട്ടിക് കൊടുക്കണം. ഡോക്ടർ ഡൂലിറ്റിൽ. ഓ, മിസ് പോളി പൈപ്പ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനോട് പറഞ്ഞോളൂ. ഐ മീൻ പ്രശ്നങ്ങൾ. ഞാനിത് നേരത്തെ പറഞ്ഞതല്ലേ. ഓ നോ, നിങ്ങൾ ഓക്കെ ആണോ? ഓ മതി, ഞാൻ വേറൊരു ഡോക്ടറെ ചെന്ന് കണ്ടോളാം. ഗുഡ് ഡേ. കണ്ടില്ലേ, ഡോക്ടർ ഡു ലിറ്റിലിന് മൃഗങ്ങളോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടായിരുന്നു. പിയാനോയിൽ എലികൾ, പോണ്ടിൽ ഗോൾഡ് ഫിഷ്, കുതിരകളും ആടുകളും ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകം ഷെഡുകളും. അയാൾക്ക് പ്രിയപ്പെട്ടതിൽ ചിലത് ഡബ് ഡബ് എന്ന താറാവ്, ഗബ് ഗബ് എന്ന പന്നി, ജിപ്പ് എന്ന നായ, ടൂട്ടു എന്ന മൂങ്ങ, പിന്നെ പോളിനീഷ്യ എന്ന തത്തയും. അവരോട് നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യും. ആ പേഷ്യന്റ് പോയല്ലേ? അവര് പറഞ്ഞാൽ കേൾക്കതൊന്നും ഇല്ല പോളിനീഷ്യ. അതും പോരാഞ്ഞ് പോർക്കുപൈന്റെ മേലിൽ ഇരിക്കുകയും ചെയ്തു. അത് മോശമാണ്. എന്നാ നമുക്ക് ചെലവിനായിട്ട് പൈസ വേണ്ടേ? ഞങ്ങൾക്ക് എങ്ങനെ ആഹാരം തരാനാ? കാട്ടിൽ എത്ര ചോളം ഉണ്ടെന്നറിയോ? ചോളം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മൃഗങ്ങളെ ചികിത്സിച്ചു തുടങ്ങാനായി പറഞ്ഞു. താങ്കൾക്ക് മൃഗങ്ങൾ ഒരുപാട് ഇഷ്ടമല്ലേ? എന്നാ വെറ്റിനറി നോക്കിക്കൂടെ? അയാൾ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ചെയ്തു. അതോടെ ആൾക്കാർ മൃഗങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറിനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റേ ഡോക്ടറിന്റെ വയറിനെയാണ് ചികിത്സിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ടത് എന്റെ കണ്ണിനായിരുന്നു. നീ പേടിക്കണ്ട. ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. മൃഗങ്ങൾ പല ദേശത്തു നിന്നും അദ്ദേഹത്തിനെ കാണാൻ വന്നു. അവർ പരസ്പരം അറിയിക്കുകയും ചെയ്തു. ഡോക്ടർ ഡോലിറ്റിൽ നിന്റെ ചുമയ്ക്ക് വേണ്ടി തന്ന മരുന്നായത്. അതെന്തായാലും വളരെ നന്നായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മുതല അദ്ദേഹത്തിന്റെ അടുക്കൽ രക്ഷ തേടിയെത്തി. ദയവായി എന്നെ തിരികെ പറഞ്ഞു വിടരുത്. ഞാൻ ഈ കുളത്തിൽ പ്രശ്നമുണ്ടാക്കാതെ ജീവിച്ചു കൊള്ളാം. ഞാൻ ഈ മീനുകളെ കഴിക്കില്ല. ഓ പാവം, കുഴപ്പമില്ല, നിങ്ങൾ നിന്നോളൂ. ദുർഭാഗ്യവശാൽ മുതലയെ പേടിച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാതായി. അങ്ങനെ ഡോക്ടർ ഡു ലിറ്റിലിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഗ്രോസറി ബിൽസ്, ഇലക്ട്രിസിറ്റി ബിൽസ്. വീട്ടിലുണ്ടായിരുന്ന മൃഗങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ തുടങ്ങി. എത്രയാ ഇന്ന് കിട്ടിയത്? ക്യാരറ്റ്സ് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതെന്താ? അത് വളരെ രുചിയുള്ളതല്ലേ? ഈ വിന്റർ കുറച്ച് കടുപ്പമേറിയതായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കൊരു സംഭവമുണ്ടായി. അതിന് തുടക്കമിട്ടത് ഡോക്ടർ ഡു ലിറ്റിൽ രക്ഷിച്ചു കൊണ്ടുവന്ന ചീച്ചി എന്നൊരു കുരങ്ങനായിരുന്നു. ഡോക്ടർ, ആഫ്രിക്കയിൽ നിന്നൊരു ന്യൂസ് ഉണ്ട്. ഒരുപാട് കുരങ്ങുകൾക്ക് വയ്യാതാകുന്നു. എന്താ കാരണമെന്ന് അറിയില്ല. ഓ നോ, അവർക്ക് സഹായം വേണം. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. നമുക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും ഡോക്ടർ? നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. ഇത് കേട്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിശബ്ദരായി നിന്നു. എനിക്ക് ബോട്ട് തരാൻ സാധ്യതയുള്ള ഒരു സെയിലറിനെ അറിയാം. ഞാൻ അയാളുടെ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പാവം ഗ്രോസർ നമുക്ക് കുറച്ച് സാധനങ്ങൾ തരുമായിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഡോക്ടർ ഡു ലിറ്റിൽ നാവികനോടും കച്ചവടക്കാരനോടും സഹായം തേടി. ബോട്ട് കിട്ടി കേട്ടോ. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളും കിട്ടി. ഞാൻ മടങ്ങിയെത്തുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. അത് നന്നായി, നമുക്ക് പെട്ടെന്ന് പോവാം. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് യാത്രയ്ക്ക് പോകാനുള്ള പാക്കിംഗ് തുടങ്ങി. അദ്ദേഹം തന്നോടൊപ്പം ഡബ് ഡബ്, ഗബ് ഗബ്, ജീപ്പ്, ടൂട്ടു, പോളിനീഷ്യ, പിന്നെ ചീച്ചിയെയും മുതലയും കൂട്ടി. ആഫ്രിക്ക. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. എന്റെ കുടുംബം സുഖമായിരിക്കുന്നു തോന്നുന്നു. താക്കോലുകൾ കുതിരയെ ഏൽപ്പിച്ചു. അവർ തുറമുഖത്തെത്തി കപ്പലിൽ കയറുകയും ചെയ്തു. ഓ, ആഫ്രിക്കയിലേക്കുള്ള വഴി എനിക്ക് സെയിലറിനോട് ചോദിക്കണം. ഞാൻ പല വർഷങ്ങളായി ആകാശത്ത് പറക്കുകയാണ്. എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ പകൽ സമയത്ത് കുരുവി പറക്കുന്ന ദിശയിലേക്ക് അവർ യാത്ര തുടങ്ങി. രാത്രികളിൽ കുരുവി കയ്യിലൊരു വിളക്ക് കരുതി. അവർ ആഴ്ചകൾ യാത്ര ചെയ്ത് അവസാനം കര കണ്ടു. ഞാൻ കര കണ്ടു. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സേഫായിട്ട് എത്തുമെന്ന് തോന്നുന്നു. ശക്തമായ തിരമാലകൾ അടിച്ച് ബോട്ട് പാറയിടുക്കിലിടിച്ചു. നോ, വേഗം ചീച്ചി, ആ മരുന്നുകളെല്ലാം വേഗം ഐലൻഡിലേക്ക് മാറ്റ്. വരൂ ഗബ് ഗബ്. ഞാൻ ശ്രമിക്കുന്നുണ്ട്.
അവർ സുരക്ഷിതരായി കരയ്ക്കെത്തി. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തു. ഓ, എന്റെ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ നിങ്ങൾക്കൊരു ഗുഹ കാണിച്ചു തരാം. അവിടെ നമ്മൾ സേഫ് ആയിരിക്കും. രാത്രി അവർ ഒരു ഗുഹയിൽ വിശ്രമിച്ചു. ചീച്ചി, ഞാൻ ആ ഉൾക്കാടിന്റെ അവിടെ നല്ല വെട്ടം കണ്ടു. എന്തായിരുന്നു അത്? അത് ജോലിക്കെങ്കിൽ രാജാവിന്റെ കൊട്ടാരമാണ്. നമ്മൾ അവരുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. ഓഹോ, ഈ ഗബ്ഗബിന്റെ ഒരു കാര്യം. അടുത്ത ദിവസം ചീച്ചി അവരെ കുരങ്ങന്മാരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോ. എന്താ? ഓ ഇനി മൈൻഡിയുണ്ടോ? കോമാളികൾ. നമ്മളെത്തി. എത്തിയെന്നോ? സഹോദരി, സഹോദരന്മാരെ, കൂട്ടുകാരെ, പാലമുണ്ടാക്കാം, പാലമുണ്ടാക്കാം. ചീച്ചി ഉറക്കി വിളിച്ചപ്പോ കുരങ്ങുകളെല്ലാം കൂടി ഒന്നൊന്നായി എത്തിത്തുടങ്ങി. ആരാ അത്? അത് ചീച്ചിയാണ്. ചീച്ചി, അവർക്കൊരു പാലം വേണം, പെട്ടെന്ന്. പാലം, പാലം. ഡോക്ടർ ഡൂലിറ്റിലും കൂടെ വന്നവരും അതിശയിച്ചു നിന്നു. കുരങ്ങുകളെല്ലാം കൂടി കൈ കൂട്ടിപ്പിടിച്ച് 2 കുന്നുകൾക്കിടയിൽ പാലമുണ്ടാക്കിയത് കണ്ട്. എല്ലാവരും കടന്നു പോകൂ, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവർക്ക് വേദനിക്കില്ലേ? ഒന്നും പറ്റില്ല, ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ്. ഇത് മാത്രമാണ് നമുക്കുള്ള ഏക വഴി. ഓ, താഴേക്ക് നോക്കണ്ട. അവർ കഷ്ടപ്പെട്ട് സുരക്ഷിതരായി മറുവശത്തെത്തി. അത് അടിപൊളിയായിരുന്നു. ഞാൻ മങ്കി ബ്രിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാ. വരൂ, എന്റെ വീടിന്റെ അടുത്തെത്തി. ഇതാ നമ്മൾ എത്തി. ഓ നോ. ഓ ദൈവമേ. അവിടെ ചുറ്റിനും നോക്കുമ്പോൾ കുരങ്ങുകൾ രോഗാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പ്ലീസ് ഇവരെ സഹായിക്കൂ. പോളിനീഷ്യ, ഗബ്ഗബ്, എല്ലാവരും എന്നെ സഹായിക്ക. ചീച്ചി, നമ്മളെ സഹായിക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും വേഗം വിളിച്ചു വരുത്ത്. കുരങ്ങുകളും ഡോക്ടർ ഡൂലിറ്റിലും നന്നായി അധ്വാനിച്ചു. സുഖമില്ലാത്തവർക്ക് വേണ്ടി പുല്ലുകൊണ്ട് വീടുണ്ടാക്കി. ഡോക്ടർ ഡൂലിറ്റിൽ എല്ലാവർക്കും വാക്സിനേഷൻ നൽകി. ഗൊറില്ലാസ്, ചിമ്പാൻസീസ്, ബുഷ് ബേബീസ്, എല്ലാ മൃഗങ്ങളും ഇതറിഞ്ഞ് ഡോക്ടർ ഡൂലിറ്റിലിനെ സഹായിക്കാനായി കാട്ടിലേക്കെത്തി. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? നല്ല ആശ്വാസമുണ്ട്. അവർ 3 ദിനങ്ങളും രാത്രിയും വിശ്രമിക്കാതെ പ്രവർത്തിച്ചു. അവസാനം കുരങ്ങുകളെല്ലാം സുഖപ്പെട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ ഡൂലിറ്റിലും കൂട്ടരും 2 ദിവസത്തേക്ക് തളർന്നുറങ്ങിപ്പോയി. ആ സമയത്ത് കുരങ്ങുകൾ ഒരു മീറ്റിംഗ് വെച്ചു. നമ്മൾ എന്തെങ്കിലും അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ചേച്ചി, നിനക്ക് അയാളെ നന്നായി അറിയാലോ. അവർക്ക് പഴങ്ങളും വണ്ടുകളും കൊടുത്താലോ? മനുഷ്യർ വണ്ടുകൾ കഴിക്കാറില്ല. പഴങ്ങളായാലും അഴുകിപ്പോകും. മനുഷ്യനിൽ ഏറ്റവും അത്യാവശ്യമായുള്ളത് പണമാണ്. എന്താണ് പൈസ? ചീച്ചി പറഞ്ഞു, കാശില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. ഭക്ഷണവും വെള്ളവും അനിവാര്യമാണെന്ന്. അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കയ്യിൽ എവിടെന്ന് പണം കിട്ടാനാ? ഓ, രാജാവ് ഒരു മനുഷ്യനല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ കാണും. ഉണ്ടാകും, പക്ഷേ പോയാൽ നമ്മളെ ബന്ദിയാക്കില്ലേ? വയ്യാതിരുന്ന നമ്മളെ അവർ സഹായിക്കാൻ നോക്കി, പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല. അതാ അവര് പോയത്. ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. എന്നാ വാ പോകാം. അവിടുത്തെ രാജാവ് ഒരു ദയാലുവായിരുന്നു. അവിടുത്തെ മനുഷ്യരെയും ജീവികളെയും വളരെയധികം സംരക്ഷിച്ചിരുന്നു. ഓ കൊള്ളാലോ, എല്ലാവർക്കും അസുഖം സുഖമായോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആ സമയത്ത് ഡോക്ടർ ഡൂലിറ്റിലും കൂട്ടരും അങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു. നീ ആരാണ്? ഭടന്മാരെ, ഒന്ന് നിൽക്കണം മഹാരാജാവേ, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. രാജാവ് ഡോക്ടർ ഡൂലിറ്റിൽ പറഞ്ഞതൊക്കെ കേട്ടു. എങ്ങനെയാണ് കുരങ്ങുകളെ രക്ഷിച്ചതെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പക്ഷേ ഈ കുരങ്ങന്മാർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമായിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാ കുരങ്ങന്മാർക്കും ഭേദമായിരിക്കുകയാണ്. എന്നെ വിശ്വസിക്കണം മഹാരാജാവേ, ഞാൻ പറയുന്നത് സത്യമാണ്. കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ. ഇവളാണ് മെപ്പൻഡുവ. ഞാൻ എവിടെ പോയാലും ഇവൾ എന്നോടൊപ്പം ഉണ്ടാകും. ഞാൻ ചില ചോദ്യങ്ങൾ ഇവളോട് ചോദിക്കും. ഇവൾ പറയുന്ന ഉത്തരങ്ങൾ നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. അങ്ങനെയാകട്ടെ. ഹലോ മെപ്പൻഡുവ. ഒന്നാമത്, എന്റെ ഫേവറേറ്റ് ആയ ഫ്രൂട്ട് ഏതാണ്? അയാൾ പറയുന്നത് അയാൾക്ക് ഡേറ്റ്സാ ഇഷ്ടമെന്ന്, പക്ഷെ സത്യത്തിൽ അയാൾക്ക് ഇഷ്ടം മറ്റൊക്കെയാണ്. മറ്റൊക്കെ? ഓക്കെ, അടുത്ത ചോദ്യം. എനിക്ക് ഭയമുള്ളത് എന്താണ്? നിങ്ങളുടെ രാജ്യത്തിന്റെ വീഴ്ച. താങ്കളുടെ രാജ്യത്തിന്റെ വീഴ്ചയോ? പിന്നെ പറക്കുന്ന റോച്ചസും. പറക്കുന്ന റോച്ചസോ? പറ്റുന്നില്ല. അവസാന ചോദ്യം, അതായത് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? അയാളുടെ രാജ്യമാണ് അയാൾക്ക് ഇഷ്ടം.
പിന്നെ മനുഷ്യർ, മൃഗങ്ങൾ, ചെടികൾ എല്ലാം ഉൾപ്പെടും. ഡോക്ടർ ഡൂലിറ്റിൽ ശരിയായ ഉത്തരങ്ങൾ നൽകി. നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എന്റെ കുരങ്ങുകളെയെല്ലാം നീ രക്ഷിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. രാജാവ് ഡോക്ടർ ഡൂലിറ്റിലിനെയും കൂട്ടരെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അവരെ രാജകീയമായി തന്നെ ആദരിച്ചു. ഡൂലിറ്റിലിന് തിരികെ പോകാനായി രാജാവ് കുറെ സ്വർണങ്ങളും കപ്പലും നൽകി. തിരികെ പോകാനായി ഒരുങ്ങുമ്പോ പോളിനേഷ്യയും ചീച്ചിയും മുതലയും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ വീടാ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആഫ്രിക്ക കാണുന്നത്. ഞങ്ങളുടെ കാര്യം എന്താകും? നിന്റെ കരച്ചിൽ നിർത്ത്. ഒരു നാൾ എന്തായാലും നിന്നെ കാണാൻ വരും ഞാൻ. നിങ്ങൾ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. അവർ വിട പറഞ്ഞ് യാത്ര തുടങ്ങി. പക്ഷെ അല്പസമയത്തിനുള്ളിൽ അവർ പുതിയൊരു പ്രശ്നത്തിൽ ചെന്നുപെട്ടു. നമ്മൾ എങ്ങനെ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കും? അപ്പോ തന്നെ കുറെ പറവകൾ കപ്പലിലേക്ക് പറന്നിറങ്ങി. എന്താ സംഭവിക്കുന്നേ? സ്വാലോസ്, നമുക്ക് വഴികാട്ടാൻ അവർ വന്നിട്ടുണ്ട്. ഹലോ ഡോക്ടർ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെ വീട്ടിൽ തിരികെ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അങ്ങനെ 100 കണക്കിനുള്ള കുഞ്ഞിക്കുരുവികളുടെ കൂട്ടം അവരെ കടൽ കടക്കാൻ സഹായിച്ചു. രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ അവർ പറന്നു. അതൊരു നീണ്ട യാത്രയായിരുന്നു. ഉണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങൾ തീർന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ കര കണ്ടു. നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതോർത്ത് എല്ലാവരും സന്തോഷിച്ചു. ഡോക്ടർ ഡൂലിറ്റിൽ ഒന്നൊന്നായി പരിഹരിച്ചു തുടങ്ങി. നന്ദി അറിയിക്കാനായി കച്ചവടക്കാരന് കുറെ പണം തിരികെ നൽകി. നാവികന് കപ്പലിനോടൊപ്പം കുറച്ച് പണവും നൽകി. ഡോക്ടർ ഡൂലിറ്റിൽ മൃഗ ഡോക്ടറായിട്ട് പ്രാക്ടീസും തുടങ്ങി. അങ്ങനെ ഒരുപാട് പേഷ്യൻസും വരാൻ തുടങ്ങി. മൃഗങ്ങൾക്ക് അത് വളരെ സന്തോഷമായി. ഡോക്ടർ അവരെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതെ അതെ, തീർച്ചയായും ശരിയാണ്. ഡോക്ടർ, പോളിനേഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അവൾ പറയുന്നു അവൾ സുഖമായിരിക്കുന്നുവെന്ന്. ഡോക്ടറുടെ ജീവിതം ഇപ്പോൾ സന്തുഷ്ടമാണ്. ഡോക്ടറിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാമെങ്കിലും മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം ഡോക്ടറിന്റെ നന്മയെക്കുറിച്ച് നല്ലതുപോലെ അറിയാം.